എന്താടാ നീ എന്താ വലിയ റൗഡിയാ? താൻ ആള് കൊള്ളാലോ, ജയനെ പോലത്തെ നല്ല സ്ട്രോങ് ബോഡി. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ലോക്കൽ എന്ന് പറഞ്ഞാ പോരാ, ഭയങ്കര ചെറ്റയാ. അതുകൊണ്ട് ഇങ്ങോട്ട് കയറി കൊത്തല്ലേ. എനിക്ക് പിന്നെ ദേഷ്യം വന്ന കൊത്തി നുറുക്കും ഞാൻ. ഇങ്ങനെ അടിച്ചാൽ ഞരമ്പ് വെളി വരും. ഇങ്ങനെ പിടിച്ച കൈ കിട്ടും. എന്നിട്ട് ഈ നരമ്പിനെ ഇങ്ങനെ വലിച്ച ഒരു 100 മീറ്റർ വെളി വരും. എന്താ വലിച്ചോട്ടെ? അടങ്ങി കിടക്കട അങ്ങോട്ട്. എന്തോന്നാടോ വന്നിട്ട് അരമണിക്കൂറായല്ലോ. എവിടെ പോയി തന്റെ ഈ മുരളി? നീ അന്വേഷിക്കുന്ന മുരളി ഞാനാടാ. സോറി ഡാർലിംഗ്, സോറിയേ. ആളറിയാതെ ഞാൻ ചെയ്തു പോയതാ. കാശെടുത്തു. താങ്ക് യു ഡാർലിംഗ്. സാറ് കാഫി കുടിക്കേ. പിന്നെ ഈ റിയൽ എസ്റ്റേറ്റ് വിശ്വനാഥനെ അറിയാവോ? എടി മങ്ങിണി, നീ അന്ന് മുന്നയുടെ വീട്ടിൽ പോയിരുന്നില്ലേ? അവന്റെ അച്ഛനും അമ്മയും നിന്നോട് സ്നേഹത്തിൽ പെരുമാറിയോ? അവന്റെ അമ്മയുണ്ടല്ലോ, അവളൊരു പിശാച. ഞാനില്ലാതെ ആരായിരുന്നെങ്കിലും അവര് പറഞ്ഞ വാക്കിന് മരിച്ചേനെ. നീ എന്ന് വിചാരിച്ചല്ലേ അവരെന്നെ തെറി പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അവരെ ക്ഷമിച്ചങ്ങ് വിട്ടു. പോട്ട് വിടറി, അവരുടെ വിഷമം കൊണ്ടല്ലേ. എടി മങ്ങിണി, മുന്നേ ഇപ്പൊ കാണാൻ ഹാൻസം ആയിരിക്കുമല്ലേ? അവൻ ഹാൻസം ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഹാൻസം ആയിട്ട് ഞാൻ ഒരുത്തനെ ബസ്സിൽ കണ്ടടി. രജനീകാന്ത്. അവൻ ബസ്സിനകത്ത് നടത്തിയ ഫൈറ്റ് ഒന്ന് കാണേണ്ടതായിരുന്നു. ചുമ്മാരടി, ഞാൻ മുന്നയുടെ കാര്യം പറയുമ്പോ നീ വല്ലവന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. എടാ മുന്ന, നീ എവിടെയാടാ? എന്റെ കണ്ണല്ലേ, എന്റെ പൊന്നല്ലേ. എത്ര ആയിടാ കണ്ടിട്ട്. എനിക്ക് കാണണമെന്ന് വേഗം വാടാ. ஆடா நீங்களும் தமிழா? ஆமாங்க. சூப்பர். ஒரு தமிழ்நாடு ஸ்ட்ராங் டீ கொடுங்க. அண்ணாக்கு ஸ்ட்ராங் டீ. எத்தனை வருஷம் அங்க இருக்கீங்க? நான் வந்து 10 வருஷம் ஆச்சுங்க. வீடு நல்லா இருக்கு. யாருது இந்த வீடு? சிவான வீடு. அவர் பெரிய தாதா. இங்கதான் இருப்பாரா? இல்ல இல்ல, பகல்ல இங்க இருப்பாரு. ராத்திரில வேற வீடு இருக்கு. செட்டப் வீடு. செகண்ட் செட்டப்பா? அப்படி. சரி, உங்களுக்கு ரியல் எஸ்டேட் விஸ்வநாதனை தெரியுமா? தெரியாதுங்க. ஓ சரி சரி, நீங்க வேலையை பாருங்க. ரெடி சார், ஒரு சாய். ஓகே சார். Chotu? Chotu, where are you? Chotu? Where is my കുട്ടി പട്ടി? പട്ടിക്കുട്ടിയാണോ? ആ. ചെറിയ തലയുണ്ട്, അതെ. 4 കാലുണ്ട്, പാൽ ഇതുപോലെ ആട്ടുന്ന അതാണോ? Where is it? ആ ഡബ്ബയ്ക്കകത്തുണ്ടെന്ന് മാത്രം പറയരുത്. അങ്ങനെ പറഞ്ഞു കൊന്നാളി ഞാൻ. അടിക്കോടി നീ? എന്നാ നീ അടിക്കുന്നൊന്ന് കാണണല്ലോ. ഇന്നാ നിന്നെ ചൊറി പട്ടി. എവിടെ ഇരുന്നാലും വന്ന് നക്കുക. നക്കുന്ന ഒരു ജീവിയെ എനിക്ക് ഇഷ്ടമല്ല. പട്ടിയായ ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും നക്കും. ഇതാ ഒരു മിനിറ്റ്, ഇപ്പൊ തരാം. ഇതാണാണോ പെണ്ണാണോ എന്നൊരു സംശയം. സത്യത്തിൽ തനിക്ക് എന്താ പ്രശ്നം? അവിടെ മിടി പൊക്കി നോക്കി, ഇവിടെ കാല് പൊക്കി നോക്കി. എനിക്ക് തോന്നുന്നു താനൊരു സൈക്കോ ആണെന്ന്. എന്തോന്നാണ് ഇത് പറഞ്ഞ? ഇനി ഒരിക്കൽ അങ്ങനെ പറയാണെങ്കിൽ അടിച്ചു കേറ്റോടി നീ. എന്നെ കേറ്റുവോ? ഞാൻ ആരാണെന്ന് അറിയാവോ? ഇത്രേ ഉള്ളു നീ. പിന്നെ ഞാൻ കേറ്റിയാലേ നീ സഹിക്കില്ല. പിന്നെ ഇനി ഒരിക്കൽ ഇത് വന്ന് നക്കുകയാണെങ്കിൽ അരിയും ഞാൻ. ഇതിനെയല്ല, നിന്നെ. എന്റെ മോൻ തിരിച്ചു വന്നല്ലോ. ഞാൻ പണക്കാരനായി മാറിയല്ലോ.
ശനിയാഴ്ച എനിക്ക് ചീട്ട് കളിക്കാം, ഞായറാഴ്ച എനിക്ക് പെഗ്ഗടിക്കാം. പെഗ്ഗിന് അവിടെ വെച്ചിട്ട് ഫോൺ എടുക്കാം. എട്ടുപേരത്ത് എല്ലാ ദിവസവും ഉണ്ടല്ലോ. എത്ര നേരായി ഫോൺ കിടന്ന് ബെല്ലടിക്കുന്നു. നിങ്ങൾക്കൊന്ന് എടുത്താൽ എന്താ? അതെങ്ങനെ 24 മണിക്കൂർ മോന്തലല്ലേ? ഒരു ഫോൺ എത്ര നേരം കിടന്ന് അടിക്കുക? ഇങ്ങനൊരു മനുഷ്യൻ. ഹലോ ഹലോ ആന്റി, ഞാൻ ചിന്നു സംസാരിക്കുന്നേ. മുന്നേ അവിടെ ഉണ്ടോ? അതല്ല ആന്റി, മുന്നേ അവിടെ ഉണ്ടോ ഇല്ലേന്നൊന്നും അറിയാം. ഹലോ മാം, ഗുഡ് മോർണിംഗ്. ഐ ആം കോളിംഗ് ഫ്രം ICICI. പറയൂ. നിങ്ങളുടെ പേരിൽ ഒരു 5 lakhs ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ. 5 ലക്ഷത്തിന്റെയോ? യെസ് മാഡം, നിങ്ങളുടെ പേരിൽ ചെക്ക് റെഡിയായി വെച്ചിരിക്കുക. ബാങ്കിൽ വന്ന എല്ലാ വിവരവും അറിയാം. ഒന്ന് ഈ നമ്പർ നോട്ട് ചെയ്തോളൂ. ഒരു മിനിറ്റ് മാഡം. പറയൂ മാഡം. 999555 57299. അല്ല, ഈ നമ്പർ എന്തിനാ? മിസ്റ്റർ മുന്നേ എന്നൊരാളാ ഈ പണം നിങ്ങളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒന്ന് ഫോൺ ചെയ്ത് പറയുകയാണെങ്കിൽ എന്താടി, ഞാനെന്താ ഊളം പറയുന്ന വന്നാണ് നീ വിചാരിച്ചത്? ഞാൻ അവിടെ അമ്മയുടെ ഒരു ബാങ്ക്, ICICI ബാങ്ക് പോലും അവളുടെ അമ്മ. അടുത്ത വീട്ടിലുണ്ടായിരുന്ന ഭീകര ജീവി തന്നെ ഫോൺ നമ്പർ തന്ന് കളിപ്പിക്കുക അവളെന്നെ. കള്ള പലിശ കൊച്ചിനെ തൊട്ട് തുടങ്ങി അവളുടെ. മോനെ, മുന്നേ ഇപ്പൊ എവിടെയുണ്ടെന്ന് അറിയാവോ? ട്രിവാൻഡ്രത്തുണ്ടെന്ന് അറിയാം, പക്ഷെ അവന്റെ നമ്പറൊന്നും എന്റെ കയ്യിലില്ല. ചിന്നുവിന്റെ നമ്പർ കിട്ടി. ഇതാ അത്. ഇത് എത്രയും വേഗം അവനെ അറിയിക്കണം. ചിന്നുവിന്റെ നമ്പർ കിട്ടിയോ? ഒന്നും പേടിക്കണ്ട, ഞാൻ നേരെ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് പോയി ഈ നമ്പർ അവന്റെ അല്ല. എനിക്കൊരു സംശയമുണ്ടേ, നമ്മളെല്ലാവരും അവനെ മുന്നാന്ന് വിളിക്കണല്ലോ, പക്ഷെ അവന്റെ യഥാർത്ഥ പേരെന്താ? മോഹൻലാൽ. മോഹൻലാലാ? കറക്റ്റ് പേര് തന്നെ കേട്ടാ. ഫൈറ്റിലും ഡാൻസിലും മോഹൻലാലിനെ പോലെ തന്നെയുണ്ട്. അണ്ണൻ എങ്ങനെ തോന്നി ഈ മോഹൻലാൽ എന്ന് അവന് പേരിടാൻ? മോഹൻലാലിന്റെ പടം കണ്ട് വന്ന അന്ന് രാത്രിയാണ് അവൻ ജനിച്ചത്. അതുകൊണ്ട് മോഹൻലാൽ എന്ന് അവന് പേര് വെച്ചു. മനസ്സിലായോ? ഹലോ, ചിന്നുണ്ടോ? ആര്? ചിന്നോ? ഇപ്പൊ വിളിക്കാമേ. ചിന്നു ഇവിടെ ഉണ്ടോ നോക്ക്. നിന്റെ ചേട്ടനാ? ചേട്ടൻ അവളെ ഉറങ്ങുക. ഉറങ്ങുക? നിങ്ങളെല്ലാരും ചേർന്ന് എന്നോട് നാടകം കളിക്കുകയാണെന്ന് എനിക്കറിയാം. ഉടനെ അവളോട് എന്നെ വിളിക്കാൻ പറയണം. ശരി. എന്താടാ, എവിടെയാ നീ? എപ്പോഴാ കൊട്ടേഷൻ? ഇന്ന് രാത്രി. ഇന്ന് രാത്രിയോ? അതെ, ഇന്ന് രാത്രി ചെയ്യാൻ. എന്തോന്ന് ഇന്ന് രാത്രി കൊല്ലുന്നോ? അവനോട് ശരിക്കൊന്നും ചോദിക്കടാ. ശിവാനന്ദനാ, അവൻ സാധാരണ ആളല്ല. ശരിക്കും പറഞ്ഞ ആ മുന്നേ വന്നിട്ട് 3 ദിവസം കൂടി ആയില്ലടാ. നീ ശിവാനന്ദനെ തന്നെയാണ് അവന് കാണിച്ചു കൊടുത്തത്. കറക്റ്റായിട്ട് തന്നെ കാണിച്ചു കൊടുത്തു. എന്തോന്ന് കറക്റ്റടാ? ഡേയ്, അവൻ ആരെയാ കൊല്ലാൻ പോകുന്നത് അവന് തന്നെ അറിയില്ല. നീ ഒന്ന് ശരിക്കും ചോദിക്കേ. നീ ആരെയാ കൊല്ലാൻ പോന്നേ? വേറെ ആരെയാ? ശിവനെ തന്നെയാ. എവിടെ വെച്ചാ? പേട്ടയിൽ വെച്ച്. പക്ഷെ ശിവാനന്ദൻ ഇവിടെ വരുവോ? അവൻ തീർച്ചയായും വരും. അവിടെ ഒരു സെക്കൻഡ് സെറ്റപ്പ് ഉണ്ട്. സെക്കൻഡ് സെറ്റപ്പ്? ഇവനാള് കൊള്ളാമല്ലോടാ. നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല. അവന്റെ അടുത്ത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പേടിക്കേണ്ട കാര്യമില്ല. അവന്റെ അടുത്ത് ഒന്ന് പറഞ്ഞേക്ക്, മിസ്സാവരുത്.